ഇപ്പോ ലൈലത്തുൽ ഖദറിനേക്കാളും പുണ്യമുള്ള ആഘോഷമാണ് നബിദിനാഘോഷമെന്ന് ഞങ്ങളുടെ ചെലവിലൊരു പരിപാടി സംഘടിപ്പിച്ചാൽ അമീർ മുസ്ലിയാർ അത് തെളിയിക്കും എന്നാണ് ഇവിടെ പറഞ്ഞത്. ഒരു മിനിറ്റ്, അതിനുള്ള ആയത്തോതാൻ നിങ്ങൾക്ക് എത്ര സമയം വേണം? അങ്ങനെ ഓരോന്നിനുള്ള സമയം ഞാൻ കൃത്യമായിട്ട് നോക്കിയിട്ടില്ല, ഇൻഷാ അല്ലാഹ് അറിയിക്കാം. അല്ല, ഞാനിപ്പോ എന്താ പറയുക, ഇതിപ്പോ നമ്മള് ഒരു വലിയ സംഖ്യ ചെലവ്, ഞാൻ പറയട്ടെ, വലിയ സംഖ്യ ചെലവാക്കിയിട്ട് ഞങ്ങൾ നടത്തുന്ന പരിപാടിയാണ്. ഞങ്ങളുടെ ചെലവിലാണല്ലോ. ഒരു ആയത്തും ഒരു ഹദീസും ഈ സംബന്ധമായി നബിദിനാഘോഷം ലൈലത്തുൽ ഖദറിനേക്കാളും പുണ്യമുള്ള ഒരു ആഘോഷമാണ് എന്ന് തെളിയിക്കുന്ന ഒരു ആയത്തും ഒരു ഹദീസും ഓതാൻ ഇൻഷാ അല്ലാഹ് ഈ വേദിയിൽ വന്ന് ഇവിടെ നിന്ന് ഓതാൻ മോഡറേറ്റർ എന്നുള്ള നിലക്ക് ഞാൻ നിങ്ങൾക്ക് 5 മിനിറ്റ് സമയം തരാം. പോരെങ്കിൽ പറഞ്ഞോളി, 10 ആക്കാം. എന്നിട്ട് നിങ്ങൾ അത് ഓതുക, അതിന്റെ അർത്ഥവും പറയാം. ഹദീസ് ഓതുക, അതിന്റെ അർത്ഥവും പറയാം. ഞങ്ങളുടെ ചെലവിൽ നടക്കുന്ന പരിപാടിയാണ്. ഞാൻ ഇവിടുത്തെ ഉസ്താദ്മാരോട് ചോദിച്ചിട്ടൊന്നുമില്ല. മോഡറേറ്റർ എന്നുള്ള ആൾക്ക് എന്റെ അധികാരം ഉപയോഗപ്പെടുത്തി പറയാം. ഇവിടെ വരാം. അമീറിന് പൂർണ്ണ സുരക്ഷിതത്തോടു കൂടി അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്ന് നബിദിനാഘോഷം ലൈലത്തുൽ ഖദറിനേക്കാളും പുണ്യമുള്ള ദിവസമാണ്, ആഘോഷമാണ് എന്ന് തെളിയിക്കാവുന്ന ആയത്തോതാവുന്നതാണ്. അതേപോലെ തന്നെ സ്വഹീഹായ ഹദീസിൽ നിന്ന്, ഇനി സ്വഹീഹാണെന്നില്ല, വഈഫായ ഹദീസ് നിങ്ങൾ കെട്ടിയുണ്ടാക്കാൻ പാടില്ല, ഏതെങ്കിലും ഗ്രന്ഥത്തിലുള്ള ഉണ്ടെങ്കിൽ അത് ഉദ്ധരിക്കാം. ഇപ്പോ അമീർ വന്നിട്ട് പറയാൻ പാടില്ല എന്നർത്ഥം. അതിനുള്ള ഒരു 10 മിനിറ്റ് സമയം വേണോ? ഇപ്പോ ഇങ്ങോട്ട് പോരി. മുഖാമുഖം ആകുമ്പോ അവിടുന്ന് ചോദ്യം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നല്ലേ പറഞ്ഞേ. നിങ്ങൾക്ക് വിഷയം അവതരിപ്പിക്കാൻ എന്ത് വേണം? സമയം വേണം. ഞങ്ങൾ വേദിയിൽ എന്ത് ചെയ്യാം? അവസരം തരണം എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ കെട്ടിയ വേദിയാണ്. അമീറിന് ഇങ്ങോട്ട് വരാം. പൂർണ്ണ സുരക്ഷിതത്തോടു കൂടി ഈ ആയത്തും ഹദീസും ഓതാം. അതിന് പൂർണ്ണമായ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു മോഡറേറ്റർ എന്നുള്ള നിലക്ക്. അമീറിന് വരാം. ഒരു കാര്യം, ഖുർആന്, സുന്നത്ത്, ഇജ്മാഅ്, ഖിയാസ് എന്നീ 4 തെളിവുകളുണ്ട്. ഖുർആനും സുന്നത്തും മാത്രമല്ല. ആ 4 തെളിവുകളിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ തയ്യാറാണ്. വരട്ടെ? അതെ പറഞ്ഞു. നിങ്ങൾ ഖുർആനും സുന്നത്തും സ്വഹീഹായ പിന്നെ ഇജ്മാഅ്, ദഈഫായ ഹദീസും വരെ പറ്റുമെന്ന് പറഞ്ഞു. സംസാരിക്കാൻ തയ്യാറാണ്. അപ്പൊ വരി. ഖിയാസ് പറയുമ്പോ നിങ്ങൾ ഖിയാസാക്കിയാൻ പറ്റൂല. നിങ്ങളെ വാക്ക് ഖിയാസാക്കാൻ പറ്റൂല. ഖിയാസ് ആക്കിയ ആളെ പറയണം. നിങ്ങൾ ഖിയാസാക്കിയിട്ട് അതങ്ങനെ പറ്റുമോ? ഖിയാസ് സ്ഥിരപ്പെട്ട ഖിയാസ് പറയണം. സഹോദരങ്ങൾ, ഇതൊരു ദീനീ വേദിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സഹോദരൻ അമീർ ന്യായമായ ഒരു കാര്യം പറഞ്ഞപ്പോൾ അത് അനുവദിച്ചു കൊടുത്താൽ നമ്മളിതിൽ ആവേശം ഉണ്ടാകല്ല വേണ്ടത്, കേൾക്കാനും പഠിക്കാനും വേണ്ടിയാണ്. സഹോദരൻ അമീറിന് നമ്മളിതാ അവസരം കൊടുത്തിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ ഓതട്ടെ, വ്യക്തമായ ഖിയാസും ഇജ്മാഉം ഉദ്ധരിക്കട്ടെ, അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന ഹദീസ് ഉദ്ധരിക്കട്ടെ. 10 മിനിറ്റ് സമയം അമീറിന് അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോ 9:01 9:11 വരെ നിങ്ങൾക്ക് സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. فإن أصدق الحديث كتاب الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ആദരണീയരായ വേദിയിൽ ഉപവിഷ്ടരായ മഹൽ വ്യക്തികളെ, സദസ്സിലുള്ളവരെ, അൽഹംദുലില്ലാഹ് ഈ ഒരു അവസരത്തിൽ ഇങ്ങനൊരു അവസരം വീണു കിട്ടിയതിൽ സന്തോഷിക്കുന്നു. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു സ്വാലിഹായ സൽക്രമമായി നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ആമീൻ. ഈ ഒരു സുന്ദര സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് ആഘോഷിക്കൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമുണ്ടോ ഇല്ലേ എന്നൊരു വിഷയത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സൂറത്ത് യൂനിസിലാണ് ഈ ആയത്തുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫറഹൂ. ഖുൽ, നബിയെ താങ്കൾ പറയുക, ബിഫളില്ലാഹി വബിറഹ്മതിഹി, അല്ലാഹുവിന്റെ ഫളിൽ കൊണ്ടും അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും, ഫബിദാലിക ഫൽയഫറഹൂ, അവർ സന്തോഷിക്കട്ടെ. ആ റഹ്മത്തിനെ വിശുദ്ധ ഖുർആൻ തന്നെ വിശദീകരിക്കുന്നു. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. പ്രവാചകരെ, അങ്ങയെ റഹ്മത്തായിട്ട് മാത്രമാണ് അയച്ചത്. ആ റഹ്മത്തിനെ സന്തോഷിക്കാൻ അല്ലാഹു തന്നെ മറ്റൊരു സ്ഥലത്ത് സൂറത്ത് യൂനിസിൽ വിശദീകരിക്കുന്നു. സൂറത്ത് യൂനിസിലെ 58-ാമത്തെ ആയത്താണ് ഓതി കേൾപ്പിച്ചത്.
സൂറത്തുൽ അംബിയയിലെ മറ്റൊരായത്താണ് ഓതി കേൾപ്പിച്ചത്. 2 ആയത്ത് കൂടി കൂട്ടി വായിച്ചാൽ റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കണം, റഹ്മത്തായിട്ട് മാത്രമേ അവതരിപ്പിച്ചിട്ടുള്ളൂ. ഇതിന്റെ അർത്ഥം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സന്തോഷിക്കണം. ഈ ഒരു വിശദീകരണം നൽകിയതാരെന്നറിയുമോ? സയ്യിദുനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് ഈ വിശദീകരണം നൽകിയിട്ടുള്ളത്. ഇങ്ങനെ ഈ റഹ്മത്തും വിശുദ്ധ ഖുർആൻ 2 സ്ഥലത്ത് പറഞ്ഞ റഹ്മത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന വിശദീകരണം നൽകിയത് സയ്യിദുനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഈ ഒരു വിശദീകരണം വിശദീകരിച്ചിട്ടുള്ളത് മഹാനായ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ അദ്ദുറുൽ മൻസൂറിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇതേ വിശദീകരണം മഹാനായ അബൂ ഹയ്യാനുൽ അൻദുലുസി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ തഫ്സീറുൽ മുഹീത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതേ വിശദീകരണം അല്ലാമ ആലൂസി തങ്ങൾ അദ്ദേഹത്തിന്റെ റൂഹുൽ മആനിയിലും ഉദ്ധരിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ തൃപ്തിയാവും ചെയ്യും. പിന്നെ ഇപ്പോൾ വിശദീകരിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സന്തോഷിക്കണം എന്നുള്ളതിന് ആയത്താണ് വിശദീകരിച്ചത്. ഇനിയുള്ളത് ഇത് ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമുണ്ടോ ഇല്ലേ എന്നൊരു വിഷയമാണ്. ഈ വിഷയം മഹാനായ ഖസ്തല്ലാനി റഹിമഹുല്ലാ തന്റെ അൽ മവാഹിബുൽ ലദുന്നിയയിൽ വളരെ വിശദമായി വിശദീകരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗങ്ങളിലേക്ക് കടക്കാം. ലൈലത്തുൽ ഖദറിന് എന്തുകൊണ്ട് പുണ്യമുണ്ട്? ലൈലത്തുൽ ഖദറിന് എന്തുകൊണ്ട് പുണ്യമുണ്ട്? ലൈലത്തുൽ ഖദറിന്റെ പുണ്യം വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നു എന്നതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. വിശുദ്ധ ഖുർആനിനെ നമ്മൾ ഇറക്കി. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ഖുർആൻ ഇറക്കിയത് കൊണ്ടാണ്. ആ ഖുർആൻ ആർക്കാണ് ഇറങ്ങിയത്? ആ ഖുർആൻ ആർക്കാണ് ഇറങ്ങിയത്? വിശുദ്ധ റസൂലിന്. ആ വിശുദ്ധ റസൂലിന് ഇറങ്ങിയ ദിവസത്തിന് പുണ്യമില്ലേ? വിശുദ്ധ ഖുർആൻ ഇറങ്ങിയതിൽ ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമുണ്ട്. ആ ഖുർആൻ ആർക്കിറങ്ങി? അല്ലാഹുവിന്റെ റസൂലിനിറങ്ങി. ഖിയാസുണ്ട് ഇവിടെ. അല്ലാഹുവിന്റെ റസൂലിനിറങ്ങി. റസൂലിന് ഖുർആൻ ഇറങ്ങിയതിന് പുണ്യമുണ്ട്, ലൈലത്തുൽ ഖദറാണ്. റസൂൽ ഇറങ്ങിയതിന് ഒരു പുണ്യവുമില്ല എന്ന വ്യാഖ്യാനം ഇവിടെ. അല്ലാഹുവിന്റെ വിശുദ്ധ റസൂൽ ഇറങ്ങിയതിന് പുണ്യമില്ലേ? ഖുർആൻ ഇറങ്ങിയതിന് ലൈലത്തുൽ ഖദറിന് പുണ്യമുണ്ട് എങ്കിൽ ആ ഖുർആൻ ആർക്ക് ഖുർആൻ ഇറങ്ങാനുള്ള കാരണം ആര്? ഖുർആൻ ഇറങ്ങാനുള്ള കാരണം വിശുദ്ധ റസൂലാണ്. ആ വിശുദ്ധ റസൂൽ ജനിച്ചതിന് ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമുണ്ട് എന്ന് മഹാനായ ഇമാം ഖസ്തല്ലാനി റഹിമഹുല്ലാ രേഖപ്പെടുത്തുന്നു. ഇത് ഖിയാസാണ്, ഉദ്ധരിച്ചത് ഖിയാസാണ്. ഇജ്മാ, സുന്നത്ത്, കിതാബ്, ഖിയാസ് എന്നീ 4 തെളിവുകളാണ് നമ്മുടെ പ്രമാണമായിട്ട് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ഷാഫിഈ മദ്ഹബുകാർ ഇസ്തിസ്ഹാബ് എന്ന മറ്റൊന്നിനെയും മുന്നോട്ട് വെക്കുന്നുണ്ട് എന്ന് സാന്ദർഭികമായി ഉണർത്തിയെന്നർത്ഥം. ഇനി വിശദീകരിക്കാനുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇറങ്ങിയ ദിവസത്തിന് ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമുണ്ടെന്ന് ഈ ഖിയാസിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചു കഴിഞ്ഞു. അതിനെ സന്തോഷിക്കണമെന്ന് ഖുർആന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി ആയത്ത് 4 തെളിവുകളാണ് നമ്മൾ ഉദ്ധരിച്ചത്. 4 തെളിവുകളിൽ ഒന്നുകൊണ്ട് തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് അംഗീകരിക്കാൻ കഴിയൂല എന്നുണ്ടെങ്കിൽ ഈ ഖിയാസിനെ ഞങ്ങൾ തള്ളുന്നുണ്ട് എന്നൊരു വിഷയം ഇവിടെ ഉദ്ധരിക്കണം. ഇനി നമ്മൾ വിശദീകരിക്കാനുള്ളത് സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇറങ്ങിയ ദിവസത്തിൽ അബൂലഹബ് സന്തോഷിച്ചു. അബൂലഹബ് സന്തോഷതുന്തലനായിക്കൊണ്ട് തന്റെ സുവൈബത്തുൽ അസ്ലമിയെ മോചിപ്പിച്ചു. അതിന്റെ പ്രതിഫലമായിട്ട് അബൂലഹബിന് പാനീയം ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ തിങ്കളാഴ്ചകളിലും പാനീയം ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നരകത്തിൽ കടക്കുന്ന അബൂലഹബിന് എന്ന് വിശുദ്ധ ഖുർആൻ ആക്ഷേപിച്ച അബൂലഹബിന് തിങ്കളാഴ്ച ദിവസത്തിൽ സുവൈബത്തുൽ അസ്ലമിയെ മോചിപ്പിച്ചതിന്റെ ഫലമായിട്ട് വെള്ളം ലഭിക്കുന്നുണ്ടെങ്കിൽ ആ ദിവസത്തിൽ സന്തോഷിക്കുന്ന നമുക്ക് അല്ലാഹു ഒരുക്കി വെച്ച പ്രതിഫലങ്ങൾ എത്രയാണ്? അല്ലാഹു അത് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നരകത്തിൽ വെച്ചുകൊണ്ട് തന്നെ അബൂലഹബിന് ലഭിക്കുന്നുണ്ടെന്ന് സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. തള്ളാൻ കഴിയില്ല. ഇനി മറ്റൊരു കാര്യം വിശദീകരിക്കാനുള്ളത് പിന്നെ ഇവിടെ ഉദ്ധരിച്ചു, അതിനെ ഗണ്ണിക്കാൻ വേണ്ടി ഉദ്ധരിച്ചതേതാ? ഇമാം ഫാക്കിഹാനി തങ്ങളുടെ വാക്കാണ്. എന്നാൽ അറിയണോ, ഇമാം ഫാക്കിഹാനി തങ്ങളുടെ വാക്കുദ്ധരി
ഇമാം ഫാക്കിഹാനി തങ്ങളുടെ വാക്ക് ഉദ്ധരിച്ചത് അൽ-ഹാദിയിൽ ഫതാവിയിൽ നിന്നാണ്. അൽ-ഹാദിയിൽ ഫതാവിയിൽ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഇത് ഉദ്ധരിക്കുന്നത് എന്തിനറിയുമോ? ഇത് ഉദ്ധരിച്ചത് ഫാക്കിഹാനി ഇമാമിനെ ഗണ്ണിക്കാനാണ്. ഫാക്കി ഇമാമിനെ ഗണ്ണിക്കാൻ വേണ്ടി ഉദ്ധരിച്ച കിതാബ് എടുത്തുകൊണ്ടുവന്നുകൊണ്ട് ഫാക്കിഹാനി ഇമാം ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സുയൂത്തി ഇമാമിനെ പോലും ഇങ്ങനെ മൗലിദ് വിരോധിയാക്കാൻ ശ്രമിക്കുന്നതിന്റെ ഗൗരവതരം എത്രയാണ്. മഹാനായ സുയൂത്തി ഇമാം ഈ വിഷയം ഹുസ്നുൽ മഖ്സദ് ഫീ അമലിൽ മൗലിദ് എന്ന തന്റെ ലേഖനത്തിലൂടെ, തന്റെ റിസാലയിലൂടെ ഈ വിഷയം വളരെ സുവിസ്തരം വിശദീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഫാക്കിഹാനി ഇമാമിന്റെ വാക്ക് കിട്ടിയത് സുയൂത്തി ഇമാമിൽ നിന്ന്. സുയൂത്തി ഇമാം പറയുന്നു, ഇവിടെ ഉദ്ധരിച്ച ഓരോ വാക്കും ഫാക്കിഹാനി ഇമാമിനെതിരെ, ഫാക്കിഹാനി ഇമാം ഉദ്ധരിച്ച ഓരോ വാക്കിനും ഞാൻ ഹർഫൻ ബിഹർഫിൻ, ഓരോ വാക്കിനുമായിട്ട് ഞാൻ മറുപടി പറയുമെന്ന് സുയൂത്തി ഇമാം പറയുന്ന സ്ഥലത്ത് നിന്ന് ഇമാം ഫാക്കിഹാനി തങ്ങളുടെ ഉദ്ധരണി എടുത്തുകൊണ്ട് ഫാക്കിഹാനി ഇമാം സുയൂത്തി റഹിമഹുള്ളയെ പോലും മൗലിദ് വിരോധിയാക്കാനുള്ള ശ്രമം വളരെ ചിന്തിക്കേണ്ടത് തന്നെയാണ്. ഇമാം ഫാക്കിഹാനി തങ്ങൾക്ക് ഹർഫൻ ബിഹർഫ് മഹാനായ സുയൂത്തി ഇമാം മറുപടി പറയുന്നുമുണ്ട്. മാത്രമല്ല, ഈ ഇമാം ഫാക്കിഹാനി തങ്ങൾ മാത്രമാണ് ലോക ചരിത്രത്തിൽ മൗലിദാഘോഷത്തെ നിരാകരിച്ചിട്ടുള്ളത്. നേരത്തെ ഇവിടെ ഓതിയ മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് മഹാനവറുകളുടെ സമയം അനുവദിച്ചത് കഴിഞ്ഞതുകൊണ്ട് നിർത്തുന്നു. സഹോദരന്മാർ, റഹ്മാനായ റബ്ബിന്റെ അദാബ് ഈ സദസ്സിൽ ഇറങ്ങാൻ സാധ്യത അത്ര വലിയ ദുർവ്യാഖ്യാനം അല്ലാഹുവിന്റെ ഖുർആന് നേരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിന് നേരെയാണ് പച്ചയായി ഇവിടെ അവതരിപ്പിച്ചത്. യഥാർത്ഥം എത്ര ഗൗരവ, എല്ലാ വാശി മാറ്റി ചാമ്യം ഒന്ന് ആലോചിക്കും. എല്ലാ വാശിമാർ, ഞാൻ അത് കേൾപ്പത്തിനെ പറഞ്ഞത് സ്വന്തം ഖിയാസാക്കിയാൽ പോരാന്ന്. അങ്ങനെ എന്തെല്ലാം ഖിയാസാക്കിയ വരുത്ത നാളെ സുബഹി 3 നിസ്കരിക്കാം. എന്താ മഗ്‌രിബ് 3 നിസ്കരിക്കാൻ ഹദീസുണ്ട്, ബുഖാരിയിലുണ്ട്. അത് ഖിയാസാക്കി സുബഹി 3 നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ പാടില്ലാന്ന് എങ്ങനെ നമ്മൾ പറയാം? ഖിയാസല്ല. അത് നമ്മൾ സ്വന്തം ഖിയാസ് പറ്റൂല. ആര് ഖിയാസാക്കി? അതാ പറഞ്ഞത് ഖസ്തലാനി. ആരാ ഖസ്തലാനി? മവാഹിബുൽ ലദുനിയിൽ ഖസ്തലാനി പറഞ്ഞാണോ ഇസ്ലാമിൽ തെളിവ്? അത് അവിടെ കൊണ്ട് വെച്ചാൽ മതി. അർഹുദീല് മവാഹിബുൽ ലദുനിയ എന്ന കിതാബില് ഖസ്തലാനി പറഞ്ഞ ഒരു ചർച്ച, ഇതിനെപ്പറ്റി പണ്ഡിതന്മാരിൽ ഖിലാഫ് എന്ന് പറഞ്ഞിട്ട് ഒരു അഭിപ്രായം രേഖപ്പെടുത്തി വെച്ചു. അതും ദീനും എന്ത് ബന്ധമുണ്ട്? നേരെ മറിച്ച് ഖസ്തലാനി പറഞ്ഞ തെളിവ് പറയണം. തെളിവില്ലാതെ ആര് പറഞ്ഞിട്ടും കാര്യമില്ല. പിന്നെ സുയൂത്തിന്റെ കിതാബ് ഞാൻ എടുത്തിട്ട് സുയൂത്തിയെ മൗലിദ് വിരോധിയാക്കിന, സുയൂത്തിന്റെ പേരെ ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്ന് ഈ സ്വാഗത ഭാഷ മുതൽ ഇതുവരെ സുയൂത്തിയുടെ പേരെ പരാമർശിച്ചിട്ടില്ല. അമീറാണ് സുയൂത്തിന്റെ പേരോട് പറഞ്ഞത്. സുയൂത്തിന്റെ പേരെ പറഞ്ഞിട്ടില്ല. അതേപോലെ എന്നിട്ടും ഞാൻ ഫാക്കിഹാനിയുടെ വാചകം പറഞ്ഞപ്പോൾ ഉടനെ ഞാൻ പറഞ്ഞു, എന്ത് ചിലർ ഇത് ഗണ്ണിക്കുമെന്ന് അവകാശപ്പെട്ടിട്ടുണ്ട്, പക്ഷെ ഗണ്ണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് നിങ്ങൾ ആ വാചകം പറയുന്നത് മുൻകൂട്ടി കണ്ടിട്ട് ഗണ്ണിക്കാൻ കഴിഞ്ഞിട്ട് വേറെ വിഷയം ആവട്ടെ. ഇവിടെ എന്താ വിഷയം? രണ്ടായത്താ പറഞ്ഞത്. എല്ലാ നാട്ടിൽ കേട്ടോളൂ. ഇനി മൂലമാരെ വിട് നാട്ടിൽ കേൾക്ക്. ഒന്നെന്താ പറഞ്ഞത്? അള്ളാന്റെ റഹ്മത്തും ഫളലും കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക എന്ന് ഖുർആനിലുണ്ട്. ശരിയാ, അള്ളാഹുവിന്റെ റസൂൽ റഹ്മത്താണെന്ന് ഖുർആനിലുണ്ട്. അതിന് തഫ്സീർ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ദുറുൽ മൻസൂറും തഫ്സീർ മുഹീത്ത്, തഫ്സീർ മുഹീത്ത് അല്ല, തഫ്സീർ ബഹർ മുഹീത്താണ്. തഫ്സീർ ബഹർ മുഹീത്തിനാണ്. ഇത് പറഞ്ഞപ്പോൾ അയച്ചതായിരിക്കും, കുഴപ്പമില്ല. ഒട്ടുമിക്ക തഫ്സീറുണ്ട് അള്ളാഹുവിന്റെ റസൂൽ റഹ്മത്താണ്. തഫ്സീർ ഒന്നും വിചാരിക്കുക അള്ളാഹുവിന്റെ റസൂൽ റഹ്മത്തനല്ലേ, സംശയമുണ്ടോ? പക്ഷേ അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കുക റഹ്മത്ത് റസൂലുമാണ്. റസൂൽ വന്ന് സന്തോഷിക്കും വേണം, ആർക്കും സംശയമുള്ളത്? അതും ജന്മദിനവും എന്താ ബന്ധമുള്ളത്? അള്ളാഹുവിന്റെ റസൂലും റഹ്മത്താണ് എന്നതും ജന്മദിനാഘോഷവും എന്ത് ബന്ധമുണ്ട്? അതല്ലേ കാണിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ ആയത്ത് അള്ളാഹുവിന്റെ റസൂൽ പ്രാവർത്തികമാക്കിയിട്ടില്ല എന്ന് അമീർ പറയേണ്ടി വരൂലേ? സ്വഹാബിമാർ പ്രാവർത്തികമാക്കിയിട്ടില്ല എന്ന് പറയേണ്ടി വരൂലേ? മുദഫർ രാജാവിന് മുമ്പ് ലോകത്തൊരാൾക്കും ആ ആയത്ത് പ്രാവർത്തികമാക്കാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല എന്ന് പറയേണ്ടി വരൂലേ? അപ്പൊ യഥാർത്ഥത്തിൽ ഇത് പച്ചയായ ദുർവ്യാഖ്യാനമാണ്. മാത്രമല്ല അള്ളാഹുവിന്റെ റസൂൽ റഹ്മത്താണ്, റഹ്മത്തോട് സന്തോഷിക്കുക, അതുകൊണ്ട് റബീഉൽ അവ്വൽ സന്തോഷിക്കുക. അല്ലെങ്കിൽ റബീഉൽ അവ്വലിലേക്ക് ചാടി ഇനി ആ റഹ്മത്തിന് അവിടെ ഖുർആനാണ് അഭിപ്രായമുണ്ടല്ലോ. നിങ്ങൾ പറഞ്ഞ അതേ ദുറുൽ മൻസൂറിന് ഈ റഹ്മത്ത് ഖുർആനാണ് എന്നില്ലേ? ഖുർആൻ കൊണ്ട് സന്തോഷിക്കുക എന്ന് പറഞ്ഞ എന്തിനർത്ഥം? റമദാൻ മാസം വന്നാല് ഖുർആനൊക്കെ ഇങ്ങനെ കൊല്ലിമ കുത്തി ഇതിലെങ്ങനെ ജാല പോണെന്ന, അന്ന് ആഘോഷം വേണമെന്ന അല്ല, എന്നാണ് പ്രത്യേകമായി ചെയ്യേണ്ടത് നബി ഞങ്ങൾ പഠിപ്പിച്ചു. ആ പഠിപ്പിച്ച് ചെയ്യണം, അത് ചെയ്യുന്നുമുണ്ട്. റബീഉൽ അവ്വൽ പ്രത്യേകിച്ച് ചെയ്യാൻ നബി എന്ത് പഠിപ്പിച്ചു അതാ ചോദിച്ചത്. അതിനാണ് ആയത്തുണ്ടോ ഹദീസുണ്ടോ ചോദിച്ചത്. അപ്പൊ ഇജ്മാഉം ഖിയാസും മതിയെന്നുണ്ടോ? ശരി, ഇജ്മാഉ പറഞ്ഞോ ഇല്ല. ഹദീസുണ്ടോ ഇല്ല. ഖിയാസ് പറഞ്ഞ ആരവക സ്വന്തം ഖിയാസ്, സ്വന്തമായ ഖിയാസ്, ദലീലില്ലാത്ത ഖിയാസ് സ്വീകാര്യമല്ല. അതുകൊണ്ട് ഈ പറയപ്പെട്ട ശുദ്ധമായ ദുർവ്യാഖ്യാനമാണ്. എല്ലാ വാശി മാറ്റുന്ന രാത്രി പോയിട്ട് ആത്മാർത്ഥമായി തൗബ ചെയ്താൽ രക്ഷപ്പെടാന്നവരാണ്. പിന്നെ ബുഖാരിയിലുണ്ട് അബൂലഹബിന് ഇളവുണ്ട് എന്ന്. ശരിയാ, ബുഖാരിയിലുണ്ട്. പക്ഷെ ബുഖാരി ആര് പറഞ്ഞു എന്നുള്ളത്? അബൂലഹബിന് നരകത്തിലെ ഇളവുണ്ടെന്ന് ആര് പറഞ്ഞു? ബുഖാരി ഉള്ളത് അബൂലഹബ് പറഞ്ഞു.
അബൂലഹബിനെ ഒരാൾ സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ അബൂലഹബ് പറഞ്ഞു എനിക്ക് നരകത്തിലെ അളവുണ്ട്. വലിയ കാര്യമില്ലേ? ഇവിടെ കാന്തപുരം സ്വപ്നം കണ്ടു റസൂലുള്ളാഹിന്റെ മുടി കൊടുക്കുന്നത് നിങ്ങൾ അംഗീകരിച്ചോ? ഇനിയിപ്പോ കാന്തപുരം അല്ലെങ്കിൽ അമീർ മുസ്ലിം എന്ന രാത്രി അബൂലഹബിന്റെ സ്വപ്നം കണ്ടു വിചാരിക്കാം. അബൂലഹബ് പറയാ അമീറ ഞാനിപ്പോ സ്വർഗത്തുകായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തെളിവാക്കാൻ പറ്റുമോ? തടക്കല്ല. റസൂല് പറഞ്ഞു എന്നാണെങ്കിൽ അത് അംഗീകരിക്കാം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞുണ്ടോ ബുഖാരിയിൽ? അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നബിയോട് പറഞ്ഞു, നബിയെ എന്റെ സഹോദരിയെ നിങ്ങൾക്ക് വിവാഹം കഴിച്ചുകൂടെ? അപ്പൊ നബി ചോദിച്ചു എനിക്കത് ഇഷ്ടമാണോ? അപ്പൊ പറഞ്ഞു അതെ, എനിക്ക് കിട്ടിയ ഖൈറ് ഇനി കിട്ടുന്നത് എന്റെ സഹോദരിക്ക് കൂടി ആയിക്കോട്ടെ എന്നാണ് ഞാൻ അതിൽ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു എനിക്കത് അനുവദനീയമാവുകയില്ല. അപ്പൊ ഉമ്മു സലമ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അബൂ സലമയുടെ മകളെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുവെന്ന് കേട്ടല്ലോ. അപ്പൊ പ്രവാചകൻ ചോദിച്ചു ഉമ്മു സലമയുടെ മകളോ? അതെ ഉമ്മു സലമയുടെ മകൾ. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു എനിക്ക് അവൾ അനുവദനീയമല്ല. കാരണം എനിക്കും അവളുടെ പിതാവ് അബൂ സലമക്കും സുവൈബ മുല തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ മുലകുടി ബന്ധത്തിലെ സഹോദരന്മാരാണ്. അതുകൊണ്ട് എനിക്ക് അവളെ കെട്ടാൻ പറ്റില്ല. ഇതാണ് നബി തങ്ങൾ പറഞ്ഞത്. ആയിഷ ഉമ്മു സലമ ബീവിയും നബിയും തമ്മിൽ സംസാരം അവിടെ അവസാനിച്ചു. ഇനി ഉദ്ധരിച്ച റിപ്പോർട്ടിൽ വന്ന ഉർവ പറയുകയാണ് ആരാണ് സുവൈബ? അബൂലഹബിന്റെ അടിമ സ്ത്രീയായിരുന്നു. അബൂലഹബ് അവളെ മോചിപ്പിച്ചതാണ്. അത് നബി ജനിച്ചപ്പോൾ ബുഖാരിയിൽ ഞങ്ങളെ വകയാണ്. നബി ജനിച്ചപ്പോൾ എന്നോ അത് സന്തോഷിച്ചുകൊണ്ട് എന്നോ തിങ്കളാഴ്ച എന്നോ ഒന്നും ബുഖാരിയില്ല. അത് നിങ്ങളെ വക കൂട്ടിയതാണ് ബുഖാരിക്ക്. അള്ളാഹുവിന്റെ റസൂൽ അബൂലഹബിന്റെ അടിമ സ്ത്രീയായിരുന്നു. അബൂലഹബ് അവൾ മോചിപ്പിച്ചതായിരുന്നു. അവൾ നബിക്ക് മുല കൊടുത്തിട്ടുമുണ്ട് എന്ന് ഉർവ റളിയല്ലാഹു അൻഹു പറയുന്നു. എന്നിട്ട് പറയാ അബൂലഹബിന്റെ മരണശേഷം അബൂലഹബിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ അബൂലഹബിനെ സ്വപ്നം കണ്ടു വളരെ മോശപ്പെട്ട അവസ്ഥയിൽ. അപ്പൊ ചോദിച്ചു എന്താ വിശേഷം? അപ്പൊ പറഞ്ഞു നിങ്ങൾ പിരിഞ്ഞതിന് ശേഷം എനിക്ക് ഒരു സുഖവുമില്ല. എനിക്ക് ഇതിലൂടെ വെള്ളം കുടിപ്പിക്കപ്പെടുന്നു സുവൈബയെ മോചിപ്പിച്ചതിനാൽ എന്നല്ലാതെ എന്ന് അബൂലഹബ് പറഞ്ഞു. റസൂല് പറഞ്ഞു എന്നല്ല, ഉമ്മു സലമ ബീവി പറഞ്ഞു എന്നല്ല, അത് അംഗീകരിച്ചു എന്നല്ല, അബൂലഹബ് പറഞ്ഞു. എങ്ങനെ തെളിവാക്കുന്നുണ്ടെങ്കിൽ ബുഖാരി വേറെ ഹദീസ് ഉണ്ട്. അള്ളാഹു റസൂലിന്റെ പള്ളിയിൽ ഒരാൾ മൂത്രയിച്ചു. നീ പദം മുക്കി പിടിച്ച് മൂപ്പ നാളെ പള്ളിയിൽ പോയി മൂത്രയിക്കും. ബുഖാരി ഉണ്ട് കേട്ട്, ബുഖാരിലുണ്ട് ശരിയാണ്. പള്ളി വന്ന് മൂത്രയിച്ചുണ്ട്. തടഞ്ഞപ്പോ സഹാബികൾ തടഞ്ഞപ്പോ നബി പറഞ്ഞു വേണ്ട എത്ര മൂത്രയിച്ച് കഴിയട്ടെ. വലിയ തെളിവായല്ലോ. അപ്പൊ ഈ രൂപത്തിലെ തെളിവ് കൊണ്ടുവരുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഏറ്റവും ബാലിശമായ വാദം അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ അവന്റെ ശരീഅത്തിന്റെ പേരിൽ ഇല്ലാത്ത ശുദ്ധമായ കളവ് ലൈലത്തുൽ ഖദറിനേക്കാളും പുണ്യമാണ് നബി തങ്ങൾ ജനിച്ച ദിവസം എന്നുള്ള ശുദ്ധമായ കളവ് 10 മിനിറ്റ് തികച്ചുവിടെ കൊടുത്തിട്ടും അത് പറയാൻ കഴിഞ്ഞ സ്വന്തം ഖിയാസാക്കി എന്നല്ലാതെ ഖസ്തലാനി പറഞ്ഞു. അതോട് കാര്യം മുസ്ലിയാരെ ഒന്നുകിൽ ഖുർആൻ അല്ലെങ്കിൽ അതിൽ സ്വഹീഹായ ഹദീസ്. ഇവിടെ പറഞ്ഞല്ലോ ദഈഫായ ഹദീസെങ്കിലും മദീൻ, അതും ഇല്ല. പിന്നെ പ്രത്യേകം പറഞ്ഞ മൗളൂദ് പറ്റൂലാന്ന്. അത് നബിക്ക് അതോട് പറഞ്ഞ കാരണം അമീറിന് അപ്പ ഇരുന്ന് ഒരു ഹദീസ് ഉണ്ടാക്കാൻ മാത്രമൊന്നും കഴിവില്ല, നമുക്കറിയാം. അപ്പൊ ഏതായാലും അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. ഇനി പണ്ട് കാലത്ത് കഴിഞ്ഞു പോയ മൂലയന്മാരും അങ്ങനെ ഹദീസ് ഉണ്ടാക്കി വിട്ടതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്തിനാണ് പിന്നെ ഇസ്ലാമിന്റെ പേരിൽ ഈ കളവും പ്രചരിപ്പിച്ച് നടക്കുന്നത്? ഉള്ളത് പറഞ്ഞാൽ പോലെ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രത്യേകത സംശയം നബി റഹ്മത്താണ്. നബി റഹ്മത്താണ്. നബി വന്നതുകൊണ്ടാണ് ലൈലത്തുൽ ഖദർ ഉണ്ടായത്, സംശയമില്ല. നബി വന്നതുകൊണ്ടാണ് നമുക്ക് തൗഹീദും ശിർക്കുമെല്ലാം മനസ്സിലായത്. റസൂൽ വന്നതുകൊണ്ടാണ് നരകസുഖത്തെ പറ്റി നാം പഠിപ്പിക്കപ്പെട്ടത്. അള്ളാഹുവിന്റെ റസൂലിന് വലിയ മഹത്വമുണ്ട്, ഒരു സംശയം ആ വിഷയത്തിലില്ല. അതെങ്ങനെ നബി ജനിച്ച ദിവസമാണ് ആ ദിവസത്തേക്കാൾ പുണ്യം എന്ന് പറയാൻ തെളിവാകും? അതിന് ഏതെങ്കിലും പിൽക്കാലക്കാരുടെ ഒരു ബുക്ക് വായിച്ചോട് ഒരു കിതാബ് വായിച്ചോണ്ട് കാര്യമില്ലല്ലോ. പിൽക്കാലക്കാരെ ഒരാളെ കിതാബ് വായിച്ചോണ്ട് കാര്യമുണ്ടോ? അങ്ങനെ കിതാബിൽ എന്തെല്ലാം ഉണ്ടാവും? ആ മവാഹിബുൽ തന്നെയുള്ള എല്ലാം വാങ്ങിയിരിക്കോ? അതേ മവാഹിബിലുണ്ടല്ലോ നബി ജനിച്ച റബീഉൽ അവ്വലാണ് എന്നും അതിൽ റമളാനിലാണ് എന്നും അതേപോലെ ശവ്വാലാണ് എന്നുമുള്ള 5 മാസത്തെ അഭിപ്രായങ്ങൾ അതേ മവാഹിബിൽ കാണാൻ പറ്റും. ഡേറ്റിനെ പറ്റി 6-7 അഭിപ്രായങ്ങൾ അതേ മവാഹിബിൽ കാണാൻ പറ്റും. ജനിച്ച കൊല്ലത്തെ പറ്റി അതേ മവാഹിബിൽ ഖസ്തലാനി പറഞ്ഞത് കാണാൻ കഴിയും. അതുകൊണ്ട് ഒരാൾ പറഞ്ഞു എന്നുള്ള തെളിവാവില്ലല്ലോ അത് എവിടുന്ന് കിട്ടി? അതുകൊണ്ട് ഇനിയെങ്കിലും ഈ വക വാദങ്ങൾ സമൂഹത്തിന് മുമ്പിൽ പ്രചരിപ്പിക്കരുത്. ഏറ്റവും പുണ്യമായ ഖുർആൻ ഹദീസ് നമ്മെ പഠിപ്പിച്ചു തന്ന ദിവസം ലൈലത്തുൽ ഖദറാണ്. അത് 1000 മാസത്തേക്കാൾ പുണ്യമാണ്. ഇനി അതിനേക്കാൾ പുണ്യം റബീഉൽ അവ്വലിൽ ഉണ്ടായ വിരോധമില്ല. പക്ഷെ അള്ളാഹു പറയണം, അവന്റെ റസൂല് പറയണം. ഇങ്ങനത്തെ വിഷയങ്ങൾ വഹ്യ് കൊണ്ട് സ്ഥിരപ്പെടേണ്ടതാണ്. അത് അള്ളാഹുവോ റസൂലോ പറയാത്ത കാലത്തോളം അതിലേക്ക് പിന്നെ ഒരു പുതിയ സവിശേഷത കൽപ്പിക്കാൻ നമ്മൾ തുടങ്ങിയെടുത്ത് ഒരു പ്രത്യേകമായ സവിശേഷത കൽപ്പിക്കാൻ ഒരാൾക്കും അധികാരമില്ല, അവകാശമില്ല. അതുകൊണ്ട് അത് ഇസ്ലാമികമല്ല. ഏറ്റവും വലിയ ക്രൂരമായ ദുർവ്യാഖ്യാനമാണ് ദീനിന്റെ പേരിൽ താങ്കൾ നിർവഹിച്ചിരിക്കുന്നത്. റഹ്മാനായ റബ്ബിന്റെ കോടതിയെ ഓർത്തുകൊണ്ടെങ്കിലും ഇനി ആവർത്തിക്കാതിരിക്കുക, ചെയ്തതിന് താങ്കൾ തൗബ ചെയ്യുക എന്നാണ് ഒരു അനുജൻ എന്ന നിലയ്ക്ക് താങ്കളോട് സ്നേഹബുദ്ധിയ സൂചിപ്പിക്കാനുള്ളത്.